ഹലോ ഗൈസ്, ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടാക്കുന്നതാണ് ബിരിയാണി. അതും ചോറ് പൊതിയുന്നത് പോലെ വാഴയിലയിൽ പൊതിഞ്ഞെടുത്ത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ടേസ്റ്റ് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണിത്. അപ്പോൾ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. എത്രത്തോളം സക്സസ് ആവുമെന്നുള്ളതൊന്നും അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഇവിടെ ബിരിയാണി ചോറ് വേവിക്കുന്ന ഒന്നും കാണിക്കുന്നില്ല, അതിന് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. വെറുതെ ഉപ്പിട്ട് അരി വേവിച്ചെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിക്കനാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും കാണിക്കുന്നത്. അടുപ്പിൽ ചിക്കൻ കറി വേവുന്ന അതേ സമയം തന്നെ വേറൊരടുപ്പിൽ ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട്, വേറൊരടുപ്പിൽ അരി വേകുന്നുണ്ട്, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതിൻ്റേതായ ഇരുട്ടുകളെല്ലാം ഉണ്ട്, കറണ്ടില്ല. ഇങ്ങനത്തെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തീ കൂടി ചെറുതായിട്ട് കരിയുന്നുണ്ട്. ഇതെല്ലാം ഒരൊറ്റ ഇതിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ചിക്കൻ കറി ഏതാണ്ട് ഇവിടെ റെഡി ആവാറായിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്ക് ഇല വാട്ടി നമ്മൾ അതിൽ ചോറ് പൊതിയുന്നത് പോലെ ചിക്കനും കുറച്ച് സവാളയും കുറച്ച് ചിക്കൻ ഫ്രൈയും ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് തുറക്കുക. 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ കൊതി കൊണ്ട് അങ്ങ് തുറന്ന് കളയരുത്. കുറേ നേരം, ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് തുറക്കുക. അപ്പോഴേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുള്ളൂ. സത്യം പറയാലോ, കഴിച്ചിട്ടും അടുത്തില്ല. ഈ പൊതിയിൽ കുറേ കൂടെ ചോറിട്ട് വലിയ ഇല വെട്ടി കുറേ ചോറിട്ട് മടക്കി പൊതിഞ്ഞ് ഇതുപോലെ വെച്ചിരുന്നെങ്കിൽ കുറേ കൂടെ കഴിക്കാമല്ലോ എന്ന് തോന്നി. അത്ര ടേസ്റ്റായിരുന്നു. എങ്ങനെയുണ്ട്? എന്നിട്ട് ഞാൻ എൻ്റെ മോന് കൊടുത്തു നോക്കി. പിന്നെ അഭിപ്രായം അവൻ പറയും. എന്തിനാണ് ചിക്കൻ ബിരിയാണി?